പാലിയക്കരയിൽ മേൽപ്പാലത്തിന് താഴെയും ടോൾ പ്ലാസയ്ക്ക് സമീപത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലും സാമൂഹ്യ വിരുദ്ധർ തമ്പടിക്കുന്നതായി ആക്ഷേപം. പ്രദേശത്ത് പോലീസ് പട്രോളിംഗ് കാര്യക്ഷമമാക്കണമെന്ന് നാട്ടുകാർ. ദേശീയപാത പാലിയക്കരയിലെ മേൽപ്പാലത്തിന് താഴെ രാത്രികാലങ്ങളിൽ സ്ഥിരമായി മദ്യപ സംഘങ്ങളുടെ വിളയാട്ടമാണ്. പ്രദേശത്തെ വെളിച്ചക്കുറവും മഴയേൽക്കാതെ അന്തിയുറങ്ങാനുള്ള സൗകര്യവുമാണ് ഇവിടെ സാമൂഹ്യ വിരുദ്ധർ താവളമാക്കുന്നതിന് കാരണമാകുന്നത്. ടോൾ പ്ലാസയ്ക്ക് സമീപത്തായി ദേശീയപാതയ്ക്ക് ഇരുവശത്തുമുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലും സ്ഥിതി വ്യത്യസ്തമല്ല. ചൊവ്വാഴ്ച വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മേൽപ്പാലത്തിന് താഴെയാണ്. പഴകിയ ബെഡും കസേരകളും പാത്രങ്ങളും വസ്ത്രങ്ങളും ഉൾപ്പെടെ ഇവിടെ കണ്ടെത്തിയത് മേൽപ്പാലത്തിന് താഴെ സ്ഥിരമായി ചിലർ താമസമാക്കിയതിൻ്റെ ലക്ഷണങ്ങളാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. അതായത് ഇവിടെ നമ്മുടെ ഓർമ്മയുടെ മുന്നിൽ ഉള്ള പാലത്തിൻ്റെ മുൻപിൽ നടക്കുന്ന ഇവിടെ ഒരുപാട് ബൈക്കുകൾ കളവ് പോയിട്ടുണ്ട്. അതുപോലെ ഇവിടെ മദ്യടിച്ചിട്ട് ഭയങ്കര പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഇവിടെ ഒരു മരണം സംഭവിച്ചത് തന്നെ ഇവിടെ രാത്രിയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. ഒരുപാട് ഗുണ്ടകളുടെ വിളയാട്ടം നടക്കുന്ന സ്ഥലം. ഇതുപോലെ തന്നെ പാലിയക്കര സെൻറ്ററിലെ ഇരുവശങ്ങളിലുള്ള ബസ് സ്റ്റോപ്പുകളിൽ പകൽ തന്നെ ഒരുപാട് ഗുണ്ടകളുടെ വിളയാട്ടമാണ്. അവിടെ മദ്യപിച്ച് അവിടെ കിടക്കൽ, രണ്ട് സൈഡിലെ വണ്ടികൾ അവിടെ നിന്ന് പാർക്ക് ചെയ്യുന്നത് മാറ്റി തരണമെന്നും ഇതോടൊപ്പം തന്നെ നമ്മൾ പറയുന്നു. ഇതിൽ പഞ്ചായത്തിൽ നമ്മൾ അപേക്ഷ വെച്ചിട്ടുണ്ട്, സ്റ്റേഷനിലും നമ്മൾ അപേക്ഷ വെച്ചിട്ടുണ്ട്. അത് ഒക്കെ അന്വേഷിച്ച് വരണം. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു ലൈറ്റ് പോലും ഇല്ല. അപ്പോൾ രാത്രി 6 മണി കഴിഞ്ഞാൽ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ഒരാൾക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. മേൽപ്പാലത്തിന് താഴെ പാർക്ക് ചെയ്യുന്ന ഇരുചക്ര വാഹനങ്ങൾ മോഷണം പോകുന്നതും പതിവായിരുന്നു. നേരത്തെ ടോൾ പ്ലാസയോട് ചേർന്ന പ്രദേശങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം രൂക്ഷമാകുന്നത് സംബന്ധിച്ച് പലതവണ NCTV റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. പ്രദേശത്ത് വേണ്ടത്ര വെളിച്ച സംവിധാനങ്ങൾ ഇല്ലാത്തതാണ് ഇത്തരക്കാർക്ക് ഗുണകരമാകുന്നത്. ഇത് സംബന്ധിച്ച് നെന്മണിക്കര പഞ്ചായത്ത് അധികൃതർ ദേശീയപാത അതോറിറ്റിയെ സമീപിച്ചെങ്കിലും അനുകൂല നടപടികൾ ഉണ്ടായിട്ടില്ലെന്ന് പഞ്ചായത്ത് അംഗം VR സുരേഷ് പറഞ്ഞു. നാഷണൽ ഹൈവേ ആമ്പല്ലൂർ അതുപോലെ തന്നെ പാലിയക്കര ഓർമ്മ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് പാലക്കാട് ഓഫീസിൽ, ചന്ദ്രനഗറിലുള്ള ഓഫീസിൽ നേരിട്ട് പോയിട്ട് പരാതി കൊടുക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ലഹരി മാഫിയയ്ക്ക് അടിമപ്പെട്ട വ്യക്തികൾ ഇതുപോലെ തന്നെ പാലിയക്കര ബസ് സ്റ്റോപ്പിൻ്റെ 2 സൈഡിലുള്ള ലൈറ്റുകൾ കണ്ണടഞ്ഞിട്ട് വർഷങ്ങളായി. ഇതുമായി ബന്ധപ്പെട്ടും നമ്മൾ അധികൃതരുമായി ബന്ധപ്പെട്ട് പരാതികൾ കൊടുക്കുകയും നേരിട്ട് കാര്യങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്തിട്ട് ഒരു നടപടിയും ഇന്നവരെ ഉണ്ടായിട്ടില്ല. ഇതിന് എല്ലാം മറുപടി പറയേണ്ടത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. ഇവിടെ കേന്ദ്രീകരിച്ച് നടക്കുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ട രീതിയിൽ അധികാരികൾ ഇനി ഇടപെട്ടില്ലെങ്കിൽ വരും നാളുകളിലും ഇതിലും തീവ്രമായുള്ള കൊലപാതകങ്ങളും അതുപോലെ പിടിച്ചുപറികളും എല്ലാം നടപ്പിലാവുന്ന കാലഘട്ടത്തിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് പാലിയക്കര കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നത്. ഇതിനെല്ലാം പ്രതിരോധിക്കേണ്ട അധികാരികൾ കണ്ണു തുറക്കണമെന്നാണ് നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു മെമ്പർ എന്ന നിലയ്ക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. പിടിച്ചുപറിയും അക്രമ സംഭവങ്ങളും തുടരുമ്പോൾ പോലീസ് പട്രോളിംഗ് കാര്യക്ഷമമാക്കി ജനങ്ങൾക്ക് സ്വൈര്യജീവിതം ഉറപ്പുവരുത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ദേശീയപാത പാലിയക്കരയിൽ മേൽപ്പാലത്തിന് താഴെ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സ്ഥലത്തിന് സമീപത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, അതാ ഇവിടെ ഉള്ള ഒരു ബെഡുണ്ട്, ഒരു പഴയ ബെഡ് ഇവിടെ കിടക്കുന്നുണ്ട്. ഈ ബെഡിൽ ഈ തൂണിൽ ചാരി ഈ ബെഡിൽ ഇരിക്കുന്ന നിലയിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. ഇവിടെ പഴകിയ ഒരുപാട് ഉപയോഗിക്കുന്ന വസ്തുക്കളും കാണാൻ കഴിയും. ഏതായാലും ദേശീയപാത പാലിയക്കര മേൽപ്പാലത്തിന് താഴെയും ടോൾ പ്ലാസയ്ക്ക് ഇരുവശത്തുമുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലും കാലങ്ങളായി മദ്യപ സംഘങ്ങളും സാമൂഹ്യ വിരുദ്ധരും താവളമടിക്കുന്നതായി NCTV തന്നെ പലതവണ വാർത്ത നൽകിയിരുന്നതാണ്. ഏതായാലും ഈ പരിസരത്ത് പോലീസിൻ്റെ ശക്തമായ പട്രോളിംഗ് ഏർപ്പെടുത്തണമെന്നാണ് സമീപവാസികളടക്കം ആവശ്യപ്പെടുന്നത്. ദേശീയപാതയിൽ മതിയായ വെളിച്ച സംവിധാനങ്ങൾ ഒരുക്കാൻ ദേശീയപാത അധികൃതരും തയ്യാറാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.